ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും ട്രംപും വീണ്ടും ചർച്ചയിൽ എത്തിയിരിക്കുകയാണ്. 2026 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ട്രംപിന്റെ പേരുമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നൊബേൽ കമ്മിറ്റി സാധാരണയായി പുരസ്കാരത്തിന് സാധ്യതയുള്ളവരുടെയോ നാമനിർദ്ദേശ പട്ടികയിലുള്ളവരുടെയോ പേര് വിവരങ്ങൾ പുറത്തുവിടാറില്ല. എങ്കിലും 2026 സമാധാനത്തിനുള്ള നൊബേൽ ട്രംപിന് കിട്ടിയേക്കുമെന്ന ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. 2025 ട്രംപിന് തന്നെ സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കും എന്ന ചർച്ചയും ഉയർന്നിരുന്നു. കാലങ്ങളായി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആഗ്രഹിക്കുന്ന ട്രംപിന് ഇത്തവണ അത് ലഭിക്കുമോ? പുതുതായി ഉയർന്നുവരുന്ന ചർച്ചകളിൽ എത്രത്തോളം ആധികാരികതയുണ്ട്? ചില ഡേറ്റകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2016 ആദ്യമായി ട്രംപിന്റെ പേര് സമാധാനത്തിനുള്ള നൊബേലിനായി നാമനിർദ്ദേശം ചെയ്തു. 2017 ട്രംപിന്റെ പേരിൽ വ്യാജ നാമനിർദ്ദേശം സമർപ്പിക്കപ്പെട്ടതായി നൊബേൽ കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. 2018 2 നോർവീജിയൻ നിയമവിദഗ്ധർ ട്രംപിന്റെ പേര് സമാധാനത്തിനുള്ള നൊബേലിനായി നാമനിർദ്ദേശം ചെയ്തു. 2019 അന്നത്തെ ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെ ട്രംപിനെ നൊബേലിനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. 2020 UAE ഇസ്രായേൽ ബന്ധം സാധാരണ നിലയിലാക്കിയതിന് സമാധാനത്തിന്റെ നൊബേലിനായി നാമനിർദ്ദേശം ചെയ്തു. 2021 ശേഷം താൻ നൊബേലിന് അർഹനാണെന്ന് ട്രംപ് പലതവണ പറഞ്ഞിരുന്നു. മറ്റൊന്ന്, 2025 സമാധാനത്തിനുള്ള നൊബേലിനായി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ലോകത്തിലെ പ്രധാനപ്പെട്ട 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്നും നൊബേലിന് അർഹതയുണ്ടെന്നും 2025 അദ്ദേഹം അവകാശവാദവും ഉന്നയിച്ചു. 2025 നൊബേൽ കിട്ടാതായതോടെ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ട്രംപിന് സമ്മാനിച്ചു. 2025 സമാധാനത്തിനുള്ള നൊബേൽ ലഭിച്ച മരിയ മെച്ചാഡോ പുരസ്കാരം ട്രംപിന് സമ്മാനിച്ചതും വിവാദമായിരുന്നു. ഒരാൾക്ക് പുരസ്കാരത്തോടുള്ള അത് മറ്റൊന്നുമല്ല, സമാധാനത്തിനുള്ള നൊബേൽ തന്നെ വേണം എന്നുള്ള പിടിവാശിയിലാണ്. 2016 മുതൽ അദ്ദേഹം ഇത് പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും കാലങ്ങളായുള്ള ആഗ്രഹം തന്നെയായിരിക്കും ഇങ്ങനെയൊരു കാര്യം. അതിനുള്ളൊരു പരിതസ്ഥിതി ഒത്തുവന്നതിന് ശേഷമായിരിക്കുമല്ലോ തീർച്ചയായും ആ കാലം മുതൽ ഇത് ഉന്നയിച്ചു വരുന്നത്. എന്തു തോന്നുന്നു? ഇതിപ്പോൾ ഈ ട്രംപിന് അയാളുടെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകൾക്ക് പോലും സമാധാനം കൊടുക്കാത്തൊരു മനുഷ്യരായിരിക്കും ഇയാളെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതായത് അയാളുടെ ചുറ്റുപാട്, അയാളുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് പോലും ഇയാളെ കൊണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോഴാണ് ഇയാൾക്ക് സമാധാനത്തിന് നൊബേൽ പുരസ്കാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് ഒന്ന് ഇയാളുടെ തന്നെ ആഗ്രഹമാണ്, നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയ ആൾ കൊണ്ടുപോയിട്ട് നിങ്ങളെടുത്തോ എന്ന് പറയുന്ന മട്ടിൽ നൊബേൽ സമാധാന സമ്മാനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വളരെ നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന വളരെ ചെറിയ പ്രായം മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെ കാണുന്നത്. അപ്പോൾ സമാധാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മഹാത്മാഗാന്ധിനെയൊക്കെ ഓർമ്മ വരുന്ന ഒരു സമാധാനം എന്ന് വെച്ചാൽ വേറൊരു തരം സംഗതിയാണല്ലോ. അപ്പോൾ അതിൽ ട്രംപിനെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ട്രംപിന് ഞാനിങ്ങനെ കരുതായിരിക്കും ഗോവിന്ദചാമിക്ക് മനുഷ്യസ്നേഹ പുരസ്കാരം കൊടുക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപിന് സമാധാന പുരസ്കാരം കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാവുക. ഒസാമ ബിൻ ലാദന് തീവ്രവാദ വിരുദ്ധ പുരസ്കാരം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഇയാൾ. സത്യത്തിൽ ഈ ലോകത്ത്, ഈ കാലത്ത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് നടക്കുന്ന 2 വലിയ നിരവധി ആളുകളെ കൊന്നു തള്ളുന്ന യുദ്ധങ്ങളിൽ ഇയാളുടെ പങ്കാളിത്തം എവിടെയാണ് എന്നാലോചിച്ച് നോക്കുന്നു. ഗാസയിലെ യുദ്ധം എന്ന് പറയുന്നതിന് ശരിയല്ല, ഇവിടുന്ന് അങ്ങോട്ട് ഒരേ ഏകപക്ഷീയമായിട്ടുള്ള അടിയാണ്. കുഞ്ഞുങ്ങളെ കൊന്ന യുദ്ധം. രണ്ടാമത്തേത് ഇപ്പോൾ ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം. ഈ 2 യുദ്ധങ്ങളിലും ഇയാൾ ആരുടെ കൂടെയാണ്? അറ്റാക്ക് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് എതിരാണ് ഇയാൾ. യുദ്ധം നടത്തുന്ന ആളുകൾക്കൊപ്പമാണ്. യുദ്ധം നടത്തുകയും അതിനുവേണ്ടി അഗ്രസീവായിട്ട് സംസാരിക്കുകയും യുദ്ധം സ്വയം നടത്തുക തന്നെയും ചെയ്യുന്ന, ഞാൻ ബോംബിടുമെന്നും നിങ്ങളുടെ സംസ്കാരം, ആ നാഗരികത തന്നെ ഇല്ലാതാക്കുമെന്നും പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സമാധാനത്തിന് പുരസ്കാരം കൊടുക്കുക? എനിക്ക് മനസ്സിലാവുന്നത് ഇയാൾ എന്താണ് ഇങ്ങനെ ഇയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളും എന്ത് കോമൺ സെൻസിലായ്മയാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഞാൻ യുദ്ധം ചെയ്തിട്ട് നിങ്ങളുടെ നാഗരികതയെ തന്നെ തകർത്ത് കളയും എന്ന് പറയുന്ന ഒരാൾക്ക് സമാധാന സമ്മേളനത്തിന് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് 3 രാജ്യങ്ങൾ വന്നിട്ടുണ്ട് അത്രേ. ഇത് അറിയില്ല നമുക്ക് വസ്തുതാപരമായിട്ട് എങ്ങനെയാണ് ശരിയെന്ന്. 278 ആളോ മറ്റോ 287 നാമനിർദ്ദേശം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ നാമനിർദ്ദേശമൊന്നും പുറത്തേക്ക് സാധാരണ അതിൽ വരാറില്ല. 19 വർഷം കഴിഞ്ഞാലൊക്കെയാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. ഗാസയിൽ 72,526 പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. ഔദ്യോഗികമായ കണക്കിൻ്റെ എത്രയോ ഇരട്ടിയാണ്, എത്രയോ കൂടുതലാണ് അവിടെ ആളുകൾ മരിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കറിയാം. അതിൽ തന്നെ 21,000 കുട്ടികളാണ്. 1,72,000 പേർക്ക് പരിക്കേറ്റുണ്ടെന്നാണ് പറയുന്നത്. 21,000 കുട്ടികൾ മരിക്കുന്ന, ചെറിയ കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു യുദ്ധത്തിന് കാരണക്കാരിൽ ഒരാളായ, ആ യുദ്ധത്തിനെ വല്ലാത്തോതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് സമാധാനത്തിന് പുരസ്കാരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു സർക്കാസം, ആ ഒരു കോമഡി, ആ ഒരു കറുത്ത ഇരുണ്ട ഹാസ്യം, അതിൻ്റെ ആവൃത്തി, അതിൻ്റെ കനം എത്രമാത്രമാണെന്ന് ആലോചിച്ച് നോക്കൂ ശ്യാമലി. ഇവിടെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇസ്രയേലും കംബോഡിയയും പാകിസ്ഥാനുമാണ് ഇയാൾക്ക് സമാധാന നൊബേൽ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളത്രേ എന്നാണ് വാർത്തയിൽ കണ്ടത്. നമുക്കറിയില്ല. പാകിസ്ഥാൻ എന്ന പേര് സത്യത്തിൽ തന്നെ അല്ല ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാൽ നമുക്ക് ജിയോ പൊളിറ്റിക്സ് ആലോചിച്ചാൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ട്രംപിൻ്റെ കൂടെയാണ് ഇവർ.
പക്ഷേ എന്നാലും നമ്മളൊന്ന് ആലോചിച്ചു, ഗാസ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനാണ്, അതൊരു ഇസ്ലാമിക രാജ്യമാണ്. പിന്നെ നമുക്കറിയാമല്ലോ അതിൻ്റെ ചരിത്രം. ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്, ബഹുഭൂരിപക്ഷവും സുന്നി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. ആ കുഞ്ഞുങ്ങളെല്ലാം ആ മുസ്ലിം മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് എന്നാലോചിക്കണം. ഇറാനിലാണെങ്കിൽ ഈ ഇസ്രായേൽ അടിക്കുന്ന, ഈ ട്രംപ് എന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ, അവിടെ കൊല്ലപ്പെടുന്ന ആളുകളാരാണ്? മുസ്ലിങ്ങളാണ്, ഷിയ മുസ്ലിങ്ങളാണ് അവിടെ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധം തീർത്താനെ സമ്മതിക്കാതെ തുടരുന്ന ഈ യുദ്ധത്തിൻ്റെ ഇരകളായിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും 96-97% പേരും ഈ മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന പാകിസ്ഥാൻ ഈ യുദ്ധം നടപ്പാക്കുന്ന, ഈ മുസ്ലിം ജനതയെ കൊന്നൊടുക്കുന്ന ഈ ട്രംപിനെ സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മതപരമായിട്ടൊന്നും കാര്യങ്ങളെ കാണേണ്ടതില്ല. മനുഷ്യർ മരിക്കുന്ന മനുഷ്യരാണ്, എല്ലാ മനുഷ്യരും. അത് ഇന്ന മതത്തിലാണെന്നുകൊണ്ട് വേദന കൂടുതലോ ഇന്ന മതത്തിലാണെന്നുള്ള വേദന കുറവോ ഇല്ല. പക്ഷേ എന്താണ് നമ്മുടെ നാട്ടിൽ തന്നെ കാണുക എന്താണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം ഒന്നിച്ചാണ് നിൽക്കുക. ഇന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം ഒന്നിച്ച് പരസ്പരം സഹകരിച്ചാണ് നിൽക്കുക. ഇതൊരു വ്യാജ നെറേറ്റീവാണ് എന്നല്ലേ നമുക്കിത് ബോധ്യപ്പെടുത്തരുന്നത്, അല്ലേ? ഇതൊരു വ്യാജ സംഗതിയാണ്. അതായത് ഒരു മതത്തിൻ്റെയും മതം കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾ, അത് വെച്ചിട്ട് രാഷ്ട്രീയ അധികാരം വെച്ചിരിക്കുന്ന രാജ്യങ്ങളോ രാജ്യത്തലപ്പത്തുള്ളവരോ എൻ്റെ മതത്തിൽപ്പെട്ട ഞങ്ങളുടെ കൂടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ കൂടെ സംരക്ഷിച്ചേക്കാമെന്നല്ല വിചാരിക്കുന്നത്. അവരുടെ സ്വന്തമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടിയാണ് നടപ്പാക്കുന്നത്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പലരും സ്വന്തം മതത്തിൻ്റെ, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറയാനും ഇതര മതത്തിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ച് പറയാനും ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നെറേറ്റീവാണ് ഈ മതത്തിനകത്ത് പെട്ട ആളുകൾ. ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളെല്ലാം ഒന്നിച്ചാണ്, ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളെല്ലാം ഒന്നിച്ചാണ്, ക്രിസ്ത്യാനികളെല്ലാം ഒന്നിച്ചാണ്, അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? സുന്നി മുസ്ലിങ്ങളെയും ഷിയ മുസ്ലിങ്ങളെയും ആഞ്ഞാഞ്ഞ് കൊന്നു തീർക്കുന്ന ഈ ട്രംപിന് സമാധാന സമ്മാനം വാങ്ങിച്ചു കൊടുക്കാൻ വരുന്ന പാകിസ്ഥാൻ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനാണ് എന്ന് നമുക്ക് എന്ത് സൂചന നൽകുന്നത്? വിശദമായിട്ട് ആലോചിച്ചേക്കാൽ അതിനുള്ള ഉത്തരം കിട്ടും. അതായത് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വല്ലാത്ത തരം പൊളിറ്റിക്സ് ഈ ലോകത്താകപ്പാടെ ഇങ്ങനെ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൊളിറ്റിക്സിനെ നയിക്കുന്ന പദവി പല കാരണങ്ങളാൽ കിട്ടിയിട്ടുള്ള അമേരിക്കയുടെ തലപ്പത്തിരിക്കുന്ന ഈ ചങ്ങാതി സത്യത്തിൽ ഈ ലോകത്തെ ഏറ്റവും വേസ്റ്റ് മനുഷ്യനുള്ള പുരസ്കാരം വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും ഈ കാലത്ത് അത്രമേൽ ദ്രോഹമാണ് ഇയാൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഈ വൈറ്റ്ലയിലും നെട്ടൂരും ഇരിക്കുന്ന പാവപ്പെട്ട ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, അവൻ്റെ മാസത്തിലെ പണത്തിൽ 500 രൂപ അല്ലെങ്കിൽ 1000-1200 രൂപ എക്സ്ട്രാ ആയിട്ട് ചിലവാക്കേണ്ടി വരികയും അവൻ അരപ്പട്ടിണി കൂടുതലായിട്ട് കിടക്കേണ്ടിയും വരുന്നതിന് ഇയാളാണ് കാരണം, പ്രധാനപ്പെട്ട കാരണം ഇയാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ തൊഴിലാളിയുടെ തൊട്ട് ഏത് ലോകത്തിൻ്റെ ഭാഗത്ത് കിടക്കുന്ന മനുഷ്യരുടെയും സമാധാന ജീവിതത്തിന് പിന്നെയും ഒരു വലിയ ഭംഗം വരുത്തിയിരിക്കുന്ന ഈ ചങ്ങാതിക്ക് സമാധാനത്തിൻ്റെ പുരസ്കാരം കൊടുക്കുക എന്ന ചർച്ച വരുന്നത് തന്നെയും അപമാനകരമാണ് മനുഷ്യരാശിക്കാകെ തന്നെയും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാശിക്ക് മാത്രമല്ല, ഇനി ജീവിക്കാനിരിക്കുന്ന മനുഷ്യരാശിക്കാകെയും ഇയാൾക്ക് സമാധാന പുരസ്കാരം എന്ന് പറയുന്നത് അപമാനകരമാണ്. ഞാൻ പക്ഷേ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ശ്യാമിലി, ഇതിങ്ങനെ വാർത്ത വന്ന് പോകും, ആരെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി പറയും, ഇയാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പറയും എന്നല്ലാതെ ഒരു കാലത്തും ഇയാൾക്ക് സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം കിട്ടാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഈ ലോകം അത്രമാത്രം വേസ്റ്റായിരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ സർവ്വകാല റെക്കോർഡിലെത്തിയിരിക്കുന്നു ലോകം അതിൻ്റെ നാശാവസ്ഥയിൽ എന്ന് നമ്മൾ കാണണം ആ കാലത്ത് എന്നേ ഞാനിപ്പോൾ വിചാരിക്കുന്നുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? പിന്നെ തീർച്ചയായും. അതായത് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെയൊക്കെ പറയുന്നത് പോലെ നൊബേൽ, സമാധാനത്തിനുള്ള നൊബേൽ എന്നത് വല്ല തെക്കേടത്തമ്മ പുരസ്കാരം എന്നോ മറ്റോ വിശേഷിപ്പിക്കുക എന്നായിരിക്കും. അതുപോലും ഇല്ല, അതിലും അപ്പുറത്തേക്കാണ്. അതെ, ഉചിതമായിട്ട് വരിക. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു സമാധാന നോബൽ ഒരു വ്യക്തിക്ക് സമ്മാനിക്കാനുള്ള മാനദണ്ഡം എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യരിൽ സാഹോദര്യം ഉണ്ടാക്കുക, വളർത്തുക, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുക, സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഒരു പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന പേരിൽ പ്രധാനമാണത്. സമാധാന പ്രോത്സാഹനം, മനുഷ്യാവകാശ സംരക്ഷണം, അഹിംസയും നയതന്ത്രവും, ആയുധ നിരായുധീകരണം, ഇങ്ങനെയൊക്കെയാണുള്ളത്. ഈ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് ട്രംപിനെ നമ്മൾ സങ്കല്പിക്കുക, ആരോ നോമിനേറ്റ് ചെയ്തു എന്ന നിലയ്ക്ക് പല രാജ്യങ്ങൾ, 3 രാജ്യങ്ങൾ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, മുൻപ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ട്രംപിന് മാർക്കിടാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു മാർക്ക് കൊടുക്കാൻ പോലും പറ്റുമോ എന്നുള്ളതാണ്. കാരണം അത്രയധികം നിസ്തുലമായ പങ്കാണല്ലോ അദ്ദേഹം ലോകത്തിന്, സംഭാവനകളാണല്ലോ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ലോകം മുഴുവൻ വലിയ സമാധാനക്കേടിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം കുറയ്ക്കുക എന്ന് പറയുന്ന ഒരാൾ രാജ്യങ്ങൾക്കിടയിൽ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിലവിൽ
ഇസ്രായേലിൻ്റെ കൂട്ടുപിടിച്ച് ഇറാനിലേക്ക് ആക്രമിക്കുമ്പോൾ ഇവർ മാത്രമാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ആക്രമിക്കപ്പെടുകയല്ലേ. അതിനുള്ള മൂലകാരണം ആരാണ്? ഡൊണാൾഡ് ട്രംപ് അല്ലാതെ മറ്റാരാണ്? അയാളാണ് ആണിക്കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ മുഴുവൻ സംഘർഷ ഭീതിയിലും യുദ്ധഭീതിയിലും ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതാണ്. ലോക സമാധാനം എന്നുള്ളതേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാൾക്കാണ് സമാധാനത്തിൻ്റെ നൊബേൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ. എങ്ങനെ നമുക്ക് സ്വബോധം, ഒരു വ്യക്തിബോധം ഉണ്ടാവുമല്ലോ. നമുക്ക് അവനവനെ കുറിച്ചുള്ള ബോധം, അവനവനെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ ഇന്ന് ആലോചിക്കുക, ഞാൻ ഗോയങ്ക അവാർഡിന് അർഹയാണ്. മാധ്യമപ്രവർത്തനത്തിലെ സമുന്നതമായ അവാർഡ്. ഞാൻ ആഗ്രഹിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിയുള്ള ഒരു സ്വബോധം, അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയിൽ അത് മറ്റോ കാണുകയോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വേണം, പ്രൂവ് ചെയ്യണം. അങ്ങനെ ഇല്ലാതെ കടകവിരുദ്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ വീണ്ടും ഇതിനെ ആഗ്രഹിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ്, അദ്ദേഹത്തിനെ നയിക്കുന്ന ചിന്തകളും സ്വബോധവും ബോധം എന്താണ് എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സംഘർഷമൊക്കെ നേരത്തെ കഴിഞ്ഞേനെ. സാധാരണമായും നേരത്തെ തന്നെ നമ്മളടക്കമുള്ള രാജ്യങ്ങൾ പോലും ചിലപ്പോൾ ഒരു പ്രിക്കോഷനൊക്കെ എടുത്തതിനേയും തോന്നുന്നു. നിലവിൽ നമ്മളുടെ നയതന്ത്രപരമായ അപ്രോച്ചിൽ പോലും അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുത്തിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തേനെ. അങ്ങനെ ഒരിക്കലും പിടിതരാത്ത ഒരു മനുഷ്യൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആലോചിക്കുക, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ പറ്റി ആലോചിക്കുമ്പോൾ പരമാധികാര രാഷ്ട്രത്തെ അങ്ങോട്ട് കയറി ആക്രമിക്കുക, എന്നിട്ട് അവിടെയുള്ള പരമോന്നത നേതാവിനെ കൊല്ലുക, മറ്റൊന്ന് വെനസ്വേലൻ പ്രസിഡന്റിന് പിടിച്ചു കൊണ്ടുവരിക. ഇങ്ങനെയുള്ള കലാപരിപാടികളല്ലേ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരു രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലാണ് ഇദ്ദേഹം ചെയ്യുന്നത്. പിന്നെ ഈ 7 രാജ്യങ്ങളിൽ സമാധാനം കൊണ്ടുവന്നു എന്നാണല്ലോ പറയുന്നത്. അതിൽ ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചു എന്നാണ്. അദ്ദേഹം ഒരു 50 തവണയെങ്കിലും ആ കാര്യം അല്ലാതെയും ട്രൂത്ത് സോഷ്യലിലും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കണ്ട ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും മിണ്ടാൻ പോയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അത് മിണ്ടാൻ പോകാത്തത്? അത് സത്യത്തിൽ നമ്മളതിനെ പ്രതിരോധിക്കേണ്ടതാണ്. പക്ഷേ അത് മിണ്ടാതിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ തരം പ്രവർത്തികൾ കൊണ്ടാണ്. നമ്മൾ അതിൽ നിന്ന് ആരും പ്രതികരിക്കാൻ പോയി. നമുക്കതൊരു തമാശയായിട്ടാണ് നിലവിൽ. അതൊരു തമാശയാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ പറയുന്നതാണ്, കുട്ടികളുടെ കയ്യിൽ കളിപ്പാട്ടം കിട്ടുകയോ അല്ലെങ്കിൽ ചിലരുടെ കയ്യിൽ പൂമാല കിട്ടുകയോ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിപ്പെട്ടതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അല്പന അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലും കൊടപിടിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ എന്തോ കൊടപിടിക്കാനുള്ള ഒരു ശ്രമമാണ് ട്രംപ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹം ആരാണെന്നൊന്നും തിരിച്ചറിയുക, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ വെച്ചുകൊണ്ട് അദ്ദേഹം മറ്റേതെങ്കിലും കാറ്റഗറിയിൽ വേറെ ഏതെങ്കിലും അവാർഡിനൊക്കെയായി അപേക്ഷിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഈ പറയുന്നത് പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം കെടുത്തുന്ന സംഘർഷങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന നമ്മളിപ്പോൾ അഡിഡാസില്ലേ, അഡിഡാസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ADDADAS എന്ന് പറഞ്ഞു വരും. അപ്പോൾ NOBBEL പീസ് പ്രൈസ് പറഞ്ഞിട്ട് കൊടുത്താൽ ആരെങ്കിലും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് നൊബേൽ മൂപ്പരെ സമ്മാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യാജ നൊബേൽ പ്രൈസ് ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അങ്ങനെ മൂപ്പര് സമാധാനിക്കണം. പക്ഷേ അങ്ങനെയുള്ള സമാധാനം അദ്ദേഹത്തിന് കൈവന്നിട്ടില്ല എന്തായാലും. കാരണം ഫിഫ അവരുടെ പ്രഥമ സമാധാന പുരസ്കാരം ട്രംപിന് സമ്മാനിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അതിലൊന്നും തൃപ്തനല്ല. ഈ ഓഫീഷ്യൽ തന്നെ വേണമെന്നുള്ളത്. പിന്നെ മച്ചാഡോ കഴിഞ്ഞ തവണ തൻ്റെ നൊബേൽ പ്രൈസ്, അതും വെനസ്വേലനെ ആക്രമിച്ചിട്ട് ആ പ്രസിഡന്റിനെ രായ്ക്കുരാമാനം തട്ടിക്കൊണ്ടു വന്നതിന് പിന്നാലെ മച്ചാഡോ കൊണ്ടുപോയിട്ട് ഇതാ എനിക്ക് കിട്ടിയ നോബൽ സമ്മാനം, നിങ്ങൾ എടുക്കൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് ഇത് വാങ്ങിയവരുടെ അവരുടെ ഒരു നീതിബോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം എത്രത്തോളം ആ കണക്കിന് അദ്ദേഹത്തിന് അത് സമ്മാനിക്കാൻ മാത്രമുള്ള നീതിബോധം മുന്നേ വാങ്ങിയവർക്ക്. അപ്പോൾ സത്യത്തിൽ ഈ പുരസ്കാരങ്ങളുടെയൊക്കെ ഒരു സാങ്കത്യവും ഇതിൻ്റെയൊക്കെ ഒരു സാധുതയൊക്കെ ചോദ്യം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ അതിനെ ആ തരത്തിൽ മാത്രം വീക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ ഇതെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. നമ്മളിവിടെ ചില സിനിമ അവാർഡുകളൊക്കെ കൊടുക്കുമല്ലോ ചാനലുകാരും മറ്റുള്ളവരും. അപ്പോൾ അതിന് നമ്മൾ ആ ഗൗരവമേ കൊടുക്കാറുള്ളൂ. മറ്റല്ലാതെ നമ്മുടെ ഔദ്യോഗിക പുരസ്കാരം എന്ന നിലയ്ക്കൊന്നും നമ്മളതിനെ പരിഗണിക്കാറില്ല. അതൊരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അങ്ങനെ ഒരു നിലയിലേക്കൊക്കെ വേണമെങ്കിൽ ഇനി ഇദ്ദേഹത്തിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ഇനി അത്തരം നോമിനേറ്റ് ചെയ്യാനുള്ള മറ്റുള്ളവരുടെ വ്യഗ്രത കാണുമ്പോൾ പോലും നമ്മൾ ഇതിനെ ഈ തരത്തിലാണോ ഇനി നമ്മൾ ഈ പുരസ്കാരങ്ങളെയൊക്കെ സമീപിക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ് നമുക്കിതിലൂടെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 2026 ആദ്യ 4 മാസങ്ങൾ കൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ അനധികൃതമായി തടങ്കിലാക്കുകയും പിന്നീട് മറ്റൊരു ഭരണാധികാരിയെ വധിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്ത ചരിത്രമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. ലോകത്തെ ആകെ യുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയതിനു ശേഷവും തൻ്റെ പ്രവൃത്തികളിൽ ഊറ്റം കൊള്ളുന്ന ട്രംപിനെയാണ് നാം കണ്ടത്. US മെക്സിക്കോ അതിർത്തിയിൽ അഭയാർത്ഥികളായി എത്തിയ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് വേർപ്പെടുത്തിയ ട്രംപിൻ്റെ ക്രൂരതയും നമ്മളാരും മറന്നു കാണില്ല. ഇതേ ട്രംപാണ് നിലവിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം
ആഗ്രഹിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നൊബേൽ കമ്മിറ്റി തന്നെ ഇക്കാര്യത്തിൽ അനുയോജ്യമായ തീരുമാനം സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാം. നിരവധി യുദ്ധങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും തുടക്കമിട്ട ട്രംപിന് സമാധാനത്തിന്റെ നൊബേൽ പുരസ്കാരം നൽകുന്നതിൽ നീതികേടുണ്ടെന്ന് മാത്രം പറയുന്നു.